ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യലിലൂടെ ഞാനിന്ന് കാണിക്കാൻ പോകുന്ന ഒരു കൂട്ടുകറിയാണ്. കൂട്ടുകറി ഓണത്തിൻ്റെ ഒരു സ്പെഷ്യലാണല്ലോ. അതുപോലെ തന്നെ പല സ്ഥലത്തും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കൂട്ടുകറി. ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടല 100 ഗ്രാം, ചേന ഒരു ചെറിയ കഷ്ണം, പച്ച വാഴക്കായ് 1, ക്യാരറ്റ് 2 എണ്ണം, തേങ്ങ അരമുറി, ജീരകം 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് ആവശ്യത്തിന്, കടുക് 1/4 ടീസ്പൂൺ, എണ്ണ 1 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചേന ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചട്ടിയിലേക്ക് ഞാൻ ചേന ഇട്ട് കൊടുക്കുകയാണ്. അതിന് പുറമെ വാഴയ്ക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പച്ചക്കറികൾ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിടുന്നില്ല. ഉപ്പ് നമുക്കതൊരു 3/4 ഭാഗം വെന്തതിന് ശേഷം മാത്രം ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചേന പെട്ടെന്ന് വെന്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ വാഴയ്ക്കാണെങ്കിലും അങ്ങ് കല്ലിച്ച് പോകുന്ന ഒരു സ്ഥിതിയാകും. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഉപ്പിടണ്ട. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേകണം. അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ പച്ചക്കറികളൊക്കെ 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളിലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ കടലയിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നത് അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വേകട്ടെ. ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം കടലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഈ തേങ്ങയിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. കൂട്ടുകറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ അരപ്പൊക്കെ ഒന്ന് വേകണം. നമുക്കതുവരെ കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. ചീനിച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എണ്ണയും നെയ്യും നന്നായിട്ടൊന്ന് ചൂടായതും നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ?
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് സെർവ് ചെയ്യാം.